ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായുള്ള പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലേക്ക്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ഡോവൽ കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ചയാണ് ഇരുവരും തമ്മിലുള്ള നിർണായക സമാധാന ചർച്ചകൾ നടക്കുക. അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഡോവൽ വാങ് യി കൂടിക്കാഴ്ച നടക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തിൽ നിർണായക വഴിത്തിരിവിന് ചർച്ചകൾ വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് തൊട്ടു മുൻപാണ് കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ പ്രത്യേക കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയും ശക്തമാവുകയാണ്. ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. ഇന്ത്യ ചൈന അതിർത്തി തർക്കം സമഗ്രമായി പരിഹരിക്കുന്നതിനായി 2003 പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചാ സംവിധാനം രൂപീകരിച്ചത്. അതിർത്തി പ്രശ്നത്തിന് ഇതുവരെ സമ്പൂർണ്ണ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവിധ ഘട്ടങ്ങളിലുണ്ടായ സംഘർഷങ്ങൾ നിയന്ത്രിക്കുന്നതിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം നിലനിർത്തുന്നതിലും ഈ സംവിധാനം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടയിലാണ് അജിത് ഡോവലും വാങ് യിയും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത്. 3488 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിന് പരിഹാരം കാണുകയാണ് സംവിധാനത്തിന്റെ ലക്ഷ്യം. എന്നാൽ ചർച്ചകളിൽ പുരോഗതി എളുപ്പമായിരുന്നില്ല. 2020 ഗാൽവാൻ താഴ്വര സംഘർഷത്തിലും കിഴക്കൻ ലഡാക്കിലെ തുടർന്നുള്ള സൈനിക തർക്കത്തിന് പിന്നാലെ ഏകദേശം 5 വർഷത്തോളം ചർച്ചകൾ നിലച്ചിരുന്നു. 2024 ഡിസംബറിൽ ബെയ്ജിംഗിൽ നടന്ന 23ാം റൗണ്ട് ചർച്ചയോടെയാണ് വീണ്ടും ചർച്ചകൾ പുനരാരംഭിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ന്യൂഡൽഹിയിൽ 24ാം റൗണ്ട് ചർച്ചയും നടക്കുകയുണ്ടായി. 2024 ഒക്ടോബറിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ സൈനിക പിന്മാറ്റ ധാരണ എത്രത്തോളം നടപ്പിലാക്കിയെന്ന് ഡോവലും വാങ് യിയും വിലയിരുത്തും. കഴിഞ്ഞ ചർച്ചയ്ക്ക് ശേഷം യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സ്ഥിതി സമാധാനപരമായി തുടരുന്നുണ്ടോ എന്നതും പ്രധാനമായി പരിശോധിക്കും. അതിർത്തിയിലെ സ്ഥിതി ഇപ്പോൾ പൊതുവെ സുസ്ഥിരമാണ് എന്നാണ് ചൈനയുടെ നിലപാട്. കഴിഞ്ഞ ചർച്ചയിൽ ഉണ്ടായ ധാരണകൾ നടപ്പിലാക്കാൻ ഇരു രാജ്യങ്ങളും തുടർന്നും ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സൈനികരുടെ വിന്യാസം മാത്രമാകില്ല ചർച്ചയിലെ വിഷയം. സംഘർഷം കൂടുതൽ കുറയ്ക്കുന്നത് അതിർത്തി നിർണയം, അതിർത്തി മേഖലകളിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്നിവയും ചർച്ചയാകും. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകളും വീണ്ടും ഉയർന്നുവരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ ചർച്ചയിലും ഇന്ത്യ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു.